അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അക്കീദ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഒന്നാമത്തത് യോജിപ്പിക്കാം എന്നാണ്. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ബ്രാക്കറ്റിലുള്ളത് വായിച്ച് നോക്കാം. സുന്നത്ത് ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, സുന്നത്ത് ജമാഅത്ത്, പ്രാർത്ഥനയുടെ മര്യാദ, അൽ ഖുലഫാഉ റാഷിദൂൻ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. 1. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഏതാണ്? ഉത്തരം സുന്നത്ത് ജമാഅത്താണ്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലൽ എന്താണ്? പ്രാർത്ഥനയുടെ മര്യാദയാണ്. 3. ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് എന്ത്? ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് ഉത്തരം സുന്നത്ത്. 4. സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ഉത്തരം അൽ ഖുലഫാഉ റാഷിദൂൻ എന്നാണ്. 5. ഈജിപ്തിലെ ഗവർണർ ആരാണ്? ഉത്തരം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഏതാണ്? അംർ ഇബ്നുൽ ആസ്. 6. മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു. ആരാണ് അങ്ങനെ ജീവൻ തിരിച്ചു നൽകിയിരുന്നത്? ഉത്തരം ഈസാ നബി അലൈഹിസ്സലാം. ഏതാണ്? ഈസാ നബി അലൈഹിസ്സലാം. 7. വടിസർപ്പം ആരുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്? മൂസാ നബി അലൈഹിസ്സലാം. ഉത്തരം മൂസാ നബി അലൈഹിസ്സലാം. 2. പൂർത്തിയാക്കാം. അതിൽ ഒന്നാമത്തത് ഔലിയ ശുഹദ തുടങ്ങിയവർ സഞ്ചരിതരും. എന്താണ്? ഔലിയ ശുഹദ തുടങ്ങിയവർ സഞ്ചരിതരും ഡാഷ് എന്നാണ്. എന്താണ് ഉത്തരം? സദ്വർത്തരുമാണ്. ഉത്തരം സദ്വർത്തരുമാണ്. 2. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ ഡാഷ്. എന്താണ്? എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. ഉത്തരം എന്താണ്? നീന്തിക്കൊണ്ടിരിക്കുന്നു. 3. അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫ് അലൈഹിം ഡാഷ് എന്നാണ്. അവിടെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. ഇതൊരു ആയത്താണ്. അപ്പോൾ ഉത്തരം പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്? വലാഹും യഹ്സനൂൻ. അപ്പോൾ അങ്ങനെ വായിക്കൽ അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫ് അലൈഹിം വലാഹും യഹ്സനൂൻ. 4. ഇതൊരു ആയത്ത് തന്നെയാണ്. വൈൻ ഖാൻ അല്ലാഹു യുജിരിക്ക് ഫാസ് അലുൽ വാഹിദ ഡാഷ് എന്നാണ്. അപ്പോൾ എന്താണ് ഉത്തരം? അൽ ഖഹാറ അൻ യുജിരിക്ക്. അപ്പോൾ എങ്ങനെയാണ് വായിക്കൽ? വൈൻ ഖാൻ അല്ലാഹു യുജിരിക്ക് ഫാസ് അലുൽ വാഹിദ അൽ ഖഹാറ അൻ യുജിരിക്ക് എന്നാണ്. 3. വ്യക്തമാക്കാം എന്നുള്ളതാണ്. അതിൽ 1 സ്വഹാബി എന്നാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വഹാബി എന്നാൽ എന്താണ്? മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്യുന്നവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. എങ്ങനെയാണ്? മുഅ്മിനായ നിലയിൽ തന്നെ നബി തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്യുന്നവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. 2. ബിദ്അകൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ബിദ്അകൾ? തരം പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബിദ്അകൾ. എന്താണ്? പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബിദ്അകൾ. 3. ഇജ്മാ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇജ്മാ പറഞ്ഞാൽ എന്താണ്? ഉത്തരം ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം. എന്താണ്? ഇജ്മാ പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ്. 4. സുന്നത്ത് ആണ് ചോദിക്കുന്നത്. സുന്നത്ത് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത്. സുന്നത്ത് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത്. പിന്നെ 4 ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 1. അദ്വാ എന്നാൽ എന്ത്? ദ്വാ എന്നാൽ എന്താണ്? ഉത്തരം ആരാധനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാഭ്യർത്ഥനയാണ് ദുആ. എന്താണ് ദുആ? ആരാധനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാഭ്യർത്ഥനയാണ് ദുആ. 2. വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച 2 ഇമാമുകൾ ആരെല്ലാം? ചോദ്യം കൂടി ആവർത്തിക്കാം. വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച 2 ഇമാമുകൾ ആരെല്ലാം? ഏതൊക്കെയാണ് 2 ഇമാമുകൾ? ഉത്തരം ഇമാം അബുൽ ഹസനിൽ അഷ്അരി റഹിമഹുല്ലാഹു. 2. ഇമാം അബു മൻസൂരി നിലാമ തുരീദു റഹിമഹുല്ലാഹു. ഏതൊക്കെയാണ് 2 ഇമാമുകളെ? ഇമാം അബുൽ ഹസനിൽ അഷ്അരി റഹിമഹുല്ലാഹു, ഇമാം അബു മൻസൂരിൽ നിലാമ തുരീദു റഹിമഹുല്ലാഹു എന്നിവരാണ്. 3. നബി വഫാത്താകുമ്പോൾ എത്ര സ്വഹാബികൾ ഉണ്ടായിരുന്നു?
എന്താണ് ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താക്കുമ്പോൾ എത്ര സ്വഹാബികൾ ഉണ്ടായിരുന്നു? ഉത്തരം 1,00,000-ൽ പരം സ്വഹാബികൾ ഉണ്ടായിരുന്നു. മുസ്ലിമുകൾ അൻബിയാ ഔലിയാകളോടും മറ്റും നടത്തുന്ന സഹായാഭ്യർത്ഥന പ്രാർത്ഥനയല്ല. കാരണം എന്ത്? ഉത്തരം എന്താണ്? കാരണം അൻബിയാക്കളും ഔലിയാക്കളും ആരാധരല്ല. മുഅ്മിനുകളായ നാം അപ്രകാരം വിശ്വസിക്കുന്നവരുമല്ല. എന്താണ് കാരണം? അൻബിയാക്കളും ഔലിയാക്കളും ആരാധരല്ല. മുഅ്മിനുകളായ നാം അപ്രകാരം വിശ്വസിക്കുന്നവരുമല്ല. 5. കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ചത് ആരെല്ലാം? ക്വസ്റ്റ്യൻ എന്താണ്? കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ചത് ആരെല്ലാമാണ്? ഉത്തരം 1. ഇമാം മാലിക് റഹിമഹുല്ലാഹു, 2. ഇമാം അബു ഹനഫി റഹിമഹുല്ലാഹു, 3. ഇമാം ഷാഫി റഹിമഹുല്ലാഹു, 4. ഇമാം അഹ്മദ് ബിൻ ഹംബലി റഹിമഹുല്ലാഹു. ഈ 4 ഇമാമുകളാണ് കേട്ടോ. 5 അർത്ഥം എഴുതാനാണ്. 4 1 ഷിർക്ക്, 2 ഇബാദത്ത്, 3 തൗഹീദ്, 4 സാത്ത്. അപ്പോൾ ഷിർക്കിൻ്റെ അർത്ഥം എന്താണ്? ബഹുദൈവ വിശ്വാസം. എന്താണ് ഷിർക്ക് പറഞ്ഞാൽ? ബഹുദൈവ വിശ്വാസം എന്നാണ്. 2 ഇബാദത്താണ്. ഇബാദത്ത് പറഞ്ഞാൽ എന്താണ്? ആരാധന. എന്താണ്? ആരാധന. 3 തൗഹീദാണ്. തൗഹീദ് പറഞ്ഞാൽ എന്താണ്? ഏകദൈവ വിശ്വാസം. എന്താണ്? ഏകദൈവ വിശ്വാസം. 4 സാത്ത്. സാത്ത് പറഞ്ഞാൽ സത്ത് എന്നാണ് അർത്ഥം. 6 കളങ്ങൾ പൂർത്തിയാക്കാം. ഇവിടെ പൂർത്തിയാക്കാനാണുള്ളത്. അപ്പോൾ എന്താണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ പേര് എഴുതാനാണ് കേട്ടോ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരുടെ പേരാണ്. അപ്പോൾ അതാരൊക്കെയാണ്? 1 അബൂബക്കർ ബിൻ അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു, 2 ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, 3 ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 4 അലി ബിൻ അബി ത്വാലിബ്, 5 സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു, 6 സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, 7 സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, 8 ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു, 9 അബു ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, 10 അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്നിവരാണ്. അപ്പോൾ മനസ്സിലായില്ലേ? ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.